അദ്ദേഹം അവതരിപ്പിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുമ്പോൾ ഈ രവിശങ്കർ നിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 2 കോടി ഉറുപ്പിക ചെലവഴിക്കുന്ന ഒരു അമ്പലത്തിൻ്റെ നിർമ്മാണവും അതിൻ്റെ മനോഹരമായ സംവിധാനം നിങ്ങൾക്ക് കാണാം. എവിടുന്ന് അദ്ദേഹത്തിന് 2 കോടി രൂപ അമ്പല നിർമ്മാണത്തിന് കിട്ടി? അമ്പലവും സാധാരണക്കാരൻ്റെ ജീവിതവും തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് അമ്പലം ഉണ്ടാക്കിയാൽ സാധാരണ നമ്മുടെ നാട്ടിലെ 36 കോടി ഇന്ത്യക്കാരൻ പട്ടിണി കിടക്കുന്നവരാണ്, ദാരിദ്ര്യയുടെ താഴെയുള്ളവരാണ്. അവർക്ക് ഒരു പ്രത്യേക ഭൂമിയുടെ ഒരു പ്രത്യേക ഭാഗത്ത് 1 കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുണ്ടാക്കുന്ന അമ്പലം നിർമ്മിച്ചാൽ തന്നെ ആ അമ്പലത്തിനെ ചിത്രം ടിവിയിൽ കാണാനല്ലാതെ അതിന്റെ പരിസരത്തിൽ ഈ സാധാരണക്കാർക്ക് വരാൻ സാധിക്കുമോ? അപ്പോൾ അത് ഇന്ത്യ രാജ്യത്തിലെ വൻകിട പണക്കാരന്റെ കയ്യിൽ നിന്ന് വീണ്ടും പണം പിടുങ്ങാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഇന്ന് അമ്പലത്തെ ഉപയോഗിക്കുന്നത്. 24 ലക്ഷത്തോളം അമ്പലങ്ങൾ ഇന്ത്യയിലുണ്ടത്രേ. പക്ഷേ ഇന്ത്യയിലെ വിദ്യാലയങ്ങൾ 20 ലക്ഷമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. നാരായണഗുരു നമ്മെ പഠിപ്പിച്ചത് ഇനി നമുക്ക് ദേവാലയങ്ങൾ വേണ്ട, വിദ്യാലയങ്ങൾ മതി എന്നാണ്. അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അതിൻ്റെ അർത്ഥം തിരിച്ചറിയാനും നമ്മുടെ ഹിന്ദു ജനവിഭാഗത്തിന് സാധിച്ചില്ല. അതിൻ്റെ ഫലമായി ഇപ്പോഴും ഹിന്ദു മേഖലയിൽ അമ്പല നിർമ്മാണമാണ്. ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ ഹിന്ദു അമ്പലം നിർമ്മിക്കണ തിരക്കിലാണ് BJP എന്ന് പറയുന്ന ഹിന്ദു വർഗീയവാദ സംഘടന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ഇന്ത്യക്കാരായ ഹിന്ദുക്കൾക്ക് ആവശ്യം ഒരു അമ്പല നിർമ്മാണമാണോ? അതും അയോധ്യയിൽ മാത്രം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ അമ്പലങ്ങളാണെങ്കിൽ എല്ലാ സംസ്ഥാനക്കാർക്കും ഓരോ അമ്പലമായിട്ട് അവിടെ വെവ്വേറെ അമ്പലങ്ങളുടെ വികേന്ദ്രീകരണം നടക്കുമായിരുന്നു. ഇത് അമ്പലങ്ങളുടെ കേന്ദ്രീകരണം മാത്രമല്ല, ആ അമ്പലം തൽക്കാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് 7 കോടി 15 ലക്ഷം രൂപ അനുവദിക്കുന്നു എന്ന വസ്തുത കൂടി നിങ്ങൾ കേട്ടു നോക്കൂ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് 314 കോടി ഉറുപ്പികയാണ് കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നത്. അത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഹിന്ദുക്കളിൽ ഇനി വെറുക്കണ്ട, അവർക്കും കൊടുക്കാം. അങ്ങനെ 7.25 കോടി രൂപ ഇപ്പോൾ അയോധ്യയിലെ ക്ഷേത്ര പുനർനിർമ്മാണത്തിന് കൊടുക്കുന്നു കേന്ദ്രം. ഒരു മതനിരപേക്ഷ ഗവൺമെന്റിന്റെ ഫണ്ട് മതനിരപേക്ഷ കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ പാടുള്ളൂ. ആത്മീയ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നത് ഭരണഘടനാപരമായ ഒരു അഴിമതിയാണ്. ആ അഴിമതി ചെയ്തുകൊണ്ടിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ്. അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത്, വൻകിട പണം ആളുകളിൽ നിന്ന് അനർഹമായി പിടിച്ചുപറ്റി യോഗശാസ്ത്രത്തിലെ ഒരു വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ശ്രീ രവിശങ്കർ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മലപ്പുറം ജില്ല നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട 2 രോഗങ്ങൾ, ഒന്ന് ക്യാൻസറും ഒന്ന് ഹൃദ്രോഗവുമാണെന്നാണ് അടുത്ത ദിവസം വന്ന വാർത്ത. എന്താണാവോ വളരെയധികം മുസ്ലിങ്ങളുള്ള വളരെ ഇസ്ലാമിക ആത്മീയത വളരെ വ്യാപിച്ചു നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ട് ഈ ഹൃദ്രോഗങ്ങൾ കൂടിയിരിക്കുന്നു, ക്യാൻസർ കൂടിയിരിക്കുന്നു? ദൈവം സഹായിച്ചിട്ട് അവർക്കൊക്കെ ആ രോഗം കുറയല്ലേ വേണ്ടത്? അള്ളാഹു സർവശക്തനും സർവജ്ഞാനിയുമാണെങ്കിൽ മലപ്പുറത്ത് ഈ രോഗമൊക്കെ കുറയല്ലേ വേണ്ടത്? അല്ല. അതെന്താ? ജീവിത രീതി ഈ രോഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമ്പ്രദായമുള്ളതാണ്. അതുകൊണ്ട് ആളുകൾക്ക് വേവലാതിയുണ്ട്. എങ്ങനെ ഹൃദ്രോഗത്തിന് രക്ഷപ്പെടുത്താം, എങ്ങനെ ക്യാൻസറിന് രക്ഷപ്പെടാം? അവിടെയാണ് യോഗശാസ്ത്രത്തിലൂടെ നിങ്ങളിങ്ങനെ സുദർശനക്രിയ നടത്തിയാൽ രോഗബാധകളിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന കള്ളപ്രചാരവുമായി ഇന്ന് ശ്രീ രവിശങ്കർ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ സുദർശനക്രിയ വൈദ്യശാസ്ത്ര രംഗത്തിലെ ഒരു തട്ടിപ്പാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു ദാസ് എന്ന് പറയുന്ന ഒരു സന്യാസി ബംഗാളിൽ ഒരാശ്രമത്തിൽ അദ്ദേഹം മരുന്നുൽപ്പാദിപ്പിച്ചു. അതിലെന്തിൻ്റെ സാധനങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്? മനുഷ്യൻ്റെ തലയോടായിരുന്നു ആ മരുന്നെന്ന് പിടിച്ച അത്രേ. കഴിഞ്ഞ 2 കൊല്ലത്തിലിടയ്ക്ക് വലിയ സംവാദമായി സംഘടിപ്പിച്ചത്. ഒരാത്മീയവാദി നടത്തുന്ന ആയുർവേദ മരുന്ന് നിർമ്മാണ ശാലയിൽ മനുഷ്യന്റെ അസ്ഥിപഞ്ജരം മരുന്നിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് ആരോഗ്യശാസ്ത്രപരമാണെന്ന് അവർ അവകാശപ്പെടുന്നു. ഇത്തരം തട്ടിപ്പുകാർ ആത്മീയ രംഗത്തുണ്ട്. ഭൗതിക രംഗത്ത് മാത്രമല്ല, ഈ ഉൽപാദന രംഗത്ത് കച്ചവടക്കാർ തട്ടിപ്പ് നടത്താറുണ്ട്. ആ ഒരു തട്ടിപ്പിന്റെ രൂപത്തിലാണ് നമ്മുടെ ഇന്നത്തെ വർത്തമാനകാലത്തിലെ രോഗാതുരമായ കേരളത്തിൽ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി രവിശങ്കർ ഇറങ്ങിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ സുദർശനക്രിയ അല്ലെങ്കിൽ പ്രാണായാമത്തിന്റെ സവിശേഷത എന്താണ് നിങ്ങൾക്കറിയാമോ? പ്രാണായാമം നല്ലതാണ്, പക്ഷെ അത് സാവധാനം ചെയ്യണം, ആരോഗ്യശാസ്ത്രപ്രകാരം ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന അന്തരീക്ഷ വായു 37 ഡിഗ്രി സെന്റിഗ്രേഡിൽ നിലനിന്നാൽ മാത്രമേ അതിലെ ഓക്സിജനെ വലിച്ചെടുക്കാനും കാർബൺ ഡയോക്സൈഡിനെ അതിന് പുറത്തു വിട്ടുകൊടുക്കാനും സാധിക്കുള്ളൂ. വാതക വിനിമയം ശ്വാസകോശത്തിന്റെ ആൽവിയോളായി സാക്കുകളിൽ ഒരു തരം സഞ്ചികൾ, ആ സഞ്ചികളിൽ നടക്കണമെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിലെ അന്തരീക്ഷത്തിന്റെ താപം 37 ഡിഗ്രി ആയിരിക്കണം. അതിദ്രുതഗതിയിൽ പ്രാണായാമം ചെയ്താൽ ടെമ്പറേച്ചർ കൂടുകയും ഓക്സിജൻ വിനിമയം അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡിന്റെ വിനിമയം നടക്കാതിരിക്കുകയും അതിന്റെ ഫലമായിട്ടുള്ള രോഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. ഒരു ഗർഭിണിയാണ് ഇത്തരം ഒരു പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു എന്ന് കരുതുക. ഈ സുദർശനക്രിയ എന്ന് പറയുന്ന അതിദ്രുത പരിപാടിക്ക് ഒരു ഗർഭിണി വിധേയമായി കഴിഞ്ഞാൽ ആ ഗർഭസ്ഥ ശിശുവിന് രക്തം കൂടുതൽ അധികം വേണ്ടതിന് പകരം കുട്ടിക്ക് വേണ്ടത്ര രക്തം കിട്ടുകയില്ല. പ്രത്യേകിച്ചും 5 മാസം കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ, ഗർഭസ്ഥ ശിശുവാണെങ്കിൽ. അങ്ങനെ വന്നാൽ ആ കുട്ടിക്ക് കൂടുതൽ ഓക്സിജൻ കൊടുക്കേണ്ടതിന് പകരം കുറഞ്ഞ ഓക്സിജനെ കിട്ടുകയുള്ളൂ. സുദർശനക്രിയ ചെയ്ത് ഓക്സിജൻ ആഗിരണം കുറഞ്ഞു പോയാൽ അതിനുള്ള സാധ്യതയുണ്ട്.
സുദർശനക്രിയ ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള ശ്വാസകോശത്തിന്റെ ഓൽവിയോളൈ എന്ന് പറയുന്ന സാക്കിന്റെ സഞ്ചിയുടെ കഴിവിനെ വെട്ടിക്കുറയ്ക്കും. ഇത് വളരെ ഗൗരവമുള്ളൊരു പരാമർശമാണ്. അങ്ങനെ വെട്ടിക്കുറച്ചാൽ ഗർഭസ്ഥ ശിശുവിന് വളർച്ച കുറയും, അംഗവൈകല്യം വരും, മന്ദബുദ്ധി ഉണ്ടാവും, ഗർഭഛിദ്രവും സംഭവിക്കാം എന്ന് പ്രസിദ്ധനായ ഒരു ഭിഷഗ്വരൻ മിസ്റ്റർ M.V. നാരായണൻ നമ്പൂതിരി അടുത്ത ദിവസങ്ങളിൽ വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി ഈ സുദർശനക്രിയയെ അപഗ്രഥിച്ചത് ദേശാഭിമാനിയിൽ വാർത്തയായി വന്നിട്ടുള്ളതാണ്. ഇതിനെ കൂട്ടി വായിച്ചാൽ നമ്മളെ ശ്രീ രവിശങ്കർ നടത്തുന്ന സുദർശനക്രിയ അങ്ങനെ ജനോപകാരപ്രദമായ ഒരു ആരോഗ്യകരമായ ഒരു പ്രക്രിയയാണോ? നേരെ മറിച്ച് അത് ശരിയല്ലാതെ മുതലെടുപ്പിന് വേണ്ടി നടത്തി അതിദ്രുതഗതിയിൽ നടത്തി ജനങ്ങളുടെ ആരോഗ്യത്തെ അപകടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണോ എന്ന് ഇനിയെങ്കിലും ഭക്തന്മാർ മനസ്സിലാക്കണം, പരിശോധിക്കണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അതുകൊണ്ട് ആത്മീയത്തിന്റെ പരിവേഷം കെട്ടി അമ്പല നിർമ്മാണം നടത്തി ചികിത്സ നടത്തിയത് കൊണ്ട് മാത്രം ചികിത്സയുടെ ആരോഗ്യ ഗുണം മെച്ചപ്പെടാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവ് നാം അറിയണം. എന്തിനും ആത്മീയതയുടെ പരിവേഷം നൽകിയാൽ, ദൈവത്തിന്റെ വേഷം കൊടുത്താൽ, അമ്പലത്തിന്റെ പരിവേഷമുണ്ടെങ്കിൽ, പള്ളിയുടെ പശ്ചാത്തലമുണ്ടെങ്കിൽ അതൊക്കെ പരിപാവനമാണെന്ന് കരുതുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളുടെ മനസ്സിൽ അന്ധമായി രൂഢമൂലമായിട്ടുണ്ട്. സത്യത്തിൽ ആത്മീയത ഒരു തട്ടിപ്പാണ്. ആത്മീയത എന്ന് പറയുന്ന ഒരു പ്രതിഭാസം പ്രപഞ്ചത്തിലില്ല. ഉള്ളത് ഭൗതികേതര പ്രതിഭാസങ്ങൾ മാത്രമാണ്. ഭൗതിക പ്രതിഭാസങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്, ഭൗതികേതര പ്രതിഭാസങ്ങളുണ്ട്. മതമടക്കം ഒരു ഭൗതികേതര പ്രതിഭാസമാണ്, ഒരാത്മീയ പ്രതിഭാസമല്ല. അതുകൊണ്ട് വസ്തുനിഷ്ഠമായി ഭൗതികേതര പ്രതിഭാസങ്ങളെ പഠിക്കാനും ശരിയായ അറിവ് നൽകാനും സാധിക്കുന്ന ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയ രീതി പഠിച്ചുകൊണ്ട് അതിനെ സമൂഹത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഈ ആത്മീയ തന്ത്രങ്ങളെ, ആത്മീയ കാപട്യങ്ങളെ തുറന്നു കാണിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് വിദ്യാലയങ്ങളിൽ ശാസ്ത്രീയ ചിന്താരീതി എന്താണെന്ന്, ശാസ്ത്രീയ സമീപനം എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് നമ്മുടെ വിദ്യാഭ്യാസ സിലബസിൽ അടിസ്ഥാനപരമായ പരിവർത്തനം വരുത്തുന്നതിന് ഭരണാധികാരികൾ തയ്യാറുണ്ടോ എന്നതാണ് ആത്മീയതയുടെ ഈ മഹാരോഗങ്ങൾക്ക് ചികിത്സ തേടി നടക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും സ്വാധീനിക്കുന്ന പ്രശ്നം. അതുകൊണ്ട് കേരള ഗവൺമെന്റിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും എനിക്ക് പറയാനുള്ളത്, അടിയന്തരമായി നമ്മുടെ സ്കൂൾ സിലബസും കോളേജ് സിലബസും പരിശോധിക്കണം. ഒരു മതനിരപേക്ഷ രാഷ്ട്രമായ നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ, നമ്മുടെ ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ മതനിരപേക്ഷത എന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗം നിങ്ങൾ കാണുമോ? ശാസ്ത്രീയ ചിന്ത ഭരണഘടനയുടെ 51-ാം വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്, അത് പ്രചരിപ്പിക്കല് പൗരന്റെ കടമയാണെന്ന്. എന്നാൽ ആ കടമ ഭരണാധികാരികൾ നിർവഹിക്കുകയാണെങ്കിൽ അത് വിദ്യാലയത്തിൽ അതിനെ വിശദീകരിക്കുന്ന ഒരു അർത്ഥതലം ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ക്ലാസുകളിൽ ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന്റെ രീതി എന്താണെന്ന് പഠിപ്പിക്കാനുള്ള ഒരു പാഠഭാഗം നിങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ? ഞാൻ എന്തായാലും ഒരു ശാസ്ത്രാധ്യാപകനായി 30 കൊല്ലം പണിയെടുത്ത ഒരാളെന്ന നിലയ്ക്ക്, വിദ്യാഭ്യാസ സിലബസുകളുമായി ബന്ധമുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും, അങ്ങനെയുള്ള ഒരു ചിന്ത ഭരണകൂടത്തിനുണ്ടായിട്ടില്ല, ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കും ഉണ്ടായിട്ടില്ല. രാഷ്ട്രത്തിന്റെ ഭൗതിക ജീവിതത്തെ, ഭൗതികേതര ജീവിതത്തെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഈ മഹാരഥന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ജനങ്ങളെ ശാസ്ത്രീയമായി ചിന്തിപ്പിക്കുവാൻ നിങ്ങൾ പ്രേരണ കൊടുക്കുമെങ്കിൽ അത് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അതുപോലെ തന്നെ വിശ്വാസപരമായ ദൗർബല്യങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഒരു മഹത്തായ കടമയായി തീരുമെന്നും അതിന് നിങ്ങൾ നേതൃത്വം കൊടുക്കണമെന്നും അത് തിരിച്ചറിയാൻ ബഹുജനങ്ങൾക്ക് സാധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിനന്ദനങ്ങൾ.